നമസ്കാരം. മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ ചരിത്രപരമായ വികാസത്തിൽ 1980കളുടെ അവസാനവും 90കളുടെ തുടക്കവും വളരെ പ്രധാനപ്പെട്ട ഒരു പരിവർത്തന കാലഘട്ടമായിരുന്നു. മദ്രാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മലയാള സിനിമ പൂർണ്ണമായും കേരളത്തിലേക്ക് വേരുകൾ മാറ്റിയ സമയമായിരുന്നു ഇത്. കേരള സർക്കാരിന്റെ സാംസ്കാരിക നയങ്ങളും തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസവും ഈ വ്യവസായ പുനഃക്രമീകരണത്തിന് പ്രധാന പ്രേരക ശക്തികളായി വർത്തിച്ചു. ഈ മാറ്റത്തിൽ കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരം സിനിമകളുടെ പ്രധാന പശ്ചാത്തലമായി മാറി. തിരുവനന്തപുരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം, നഗരവൽക്കരിക്കപ്പെട്ട ഭരണകേന്ദ്രങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കലാലയങ്ങൾ, പരമ്പരാഗത റെസിഡൻഷ്യൽ കോളനികൾ, കായലുകൾ, തീരപ്രദേശങ്ങൾ എന്നിവ സിനിമകൾക്ക് കൂടുതൽ സ്വാഭാവികതയും ദൃശ്യാവിഷ്കാരങ്ങൾക്ക് പ്രാദേശികമായ ആധികാരികതയും നൽകി. 1990 മുതൽ 1995 വരെയുള്ള 5 വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് ചിത്രീകരിക്കപ്പെട്ട സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അവയുടെ വിശദമായ വിശകലനം ഇനി പറയുന്നു. നമ്പർ 20 മദ്രാസ് മെയിൽ 1990. ജോഷിയുടെ സംവിധാനത്തിൽ ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയ ഈ ജനപ്രിയ കോമഡി ത്രില്ലർ ചിത്രത്തിന്റെ പ്രാരംഭ രംഗങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ചിത്രീകരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് തിരിക്കുന്ന ട്രെയിൻ യാത്രയും അതിൽ സംഭവിക്കുന്ന ഒരു കൊലപാതകവും അന്വേഷണവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്ത. മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു വിപുലമായ അതിഥിവേഷത്തിൽ സ്വയം അവതരിപ്പിച്ചു. ചിത്രത്തിൽ റെയിൽവേ യാത്രയിലെ ഇൻഡോർ രംഗങ്ങൾ സ്വാഭാവികമായി ചിത്രീകരിക്കാൻ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ ഒരു പ്രത്യേക ട്രെയിൻ വാടകയ്ക്കെടുത്ത് ചിത്രീകരണം നടത്തുകയായിരുന്നു. തലയണമന്ത്രം 1990. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ രചന നിർവഹിച്ച ഈ ആക്ഷേപഹാസ്യ ചലച്ചിത്രം തിരുവനന്തപുരത്തെ നഗര മധ്യവർഗ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒന്നാണ്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ജവഹർ നഗർ റെസിഡൻഷ്യൽ ഏരിയയാണ് ഇതിന്റെ പ്രധാന പശ്ചാത്തലം. ഉയർന്ന സാമ്പത്തിക അഭിലാഷങ്ങളും ഉപഭോക്തൃ സംസ്കാരവും സാധാരണ കുടുംബ ബന്ധങ്ങളിലുണ്ടാക്കുന്ന വിള്ളലുകൾ നർമ്മത്തിൽ ചാലിച്ച് ഈ ചിത്രം അവതരിപ്പിച്ചു. ചിത്രത്തിലെ നായികയായ ഉർവശിയുടെ കാഞ്ചന എന്ന കഥാപാത്രം കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. ആനവാൽ മോതിരം 1991. GS വിജയൻ സംവിധാനം ചെയ്ത് ടി ദാമോദരൻ രചന നിർവഹിച്ച ഈ ചിത്രം തിരുവനന്തപുരത്തെ 90കളിലെ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്ത ഒന്നാണ്. ഭീരുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് മാരകമായ രോഗമാണെന്ന് തെറ്റായി ധരിക്കുകയും തുടർന്ന് ധൈര്യനാകുകയും ചെയ്യുന്നതാണ് പ്രമേയം. തിരുവനന്തപുരത്തെ പ്രശസ്തമായ റീജിയണൽ ക്യാൻസർ സെന്ററും പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും ഈ ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനുകളാണ്. ബ്രിട്ടീഷ് കോമഡി ചിത്രമായ ഷോർട്ട് ടൈം എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചത്. നയം വ്യക്തമാക്കുന്നു 1991. ബാലചന്ദ്ര മേനോൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം മുൻ കേരള നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ്. മമ്മൂട്ടിയും ശാന്തികൃഷ്ണയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ കുടുംബ ചിത്രത്തിന്റെ നിർണായകമായ ക്ലൈമാക്സ് രംഗങ്ങൾ തിരുവനന്തപുരം ഓൾ സെയിൻസ് വനിതാ കോളേജിലാണ് ചിത്രീകരിച്ചത്. കോളേജ് വിദ്യാർത്ഥിനികൾക്കിടയിൽ മന്ത്രിയായ കഥാപാത്രം പ്രസംഗിക്കുകയും അവർ കൂവുന്നതുമായ രംഗം യഥാർത്ഥ വിദ്യാർത്ഥിനികളെ വെച്ചാണ് ചിത്രീകരിച്ചത്. തലസ്ഥാനം 1992. ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിന്റെ ആദ്യത്തെ പ്രധാന ക്യാമ്പസ് രാഷ്ട്രീയ ആക്ഷൻ ചിത്രമാണ് തലസ്ഥാനം. സുരേഷ് ഗോപി നായകനായ ഈ സിനിമ വിദ്യാർത്ഥി രാഷ്ട്രീയവും ഗുണ്ടാ മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ തുറന്നുകാട്ടുന്നു. തിരുവനന്തപുരം MG കോളേജ്, കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്നിവിടങ്ങളിലാണ് ഈ ചിത്രം വിപുലമായി ചിത്രീകരിച്ചത്. രഞ്ജി പണിക്കർ തന്റെ കോളേജ് കാലത്തെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. കൗരവർ 1992. ജോഷി സംവിധാനം ചെയ്ത് AK ലോഹിതദാസ് രചന നിർവഹിച്ച ഈ മൾട്ടി സ്റ്റാർ ഗാങ്സ്റ്റർ ചിത്രത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ചിത്രീകരിച്ചത്. മമ്മൂട്ടി, വിഷ്ണുവർദ്ധൻ, തിലകൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിലെ കനകനിലാവേ എന്ന അതിപ്രശസ്തമായ ഗാനം തിരുവനന്തപുരം മേപ്പിയർ മ്യൂസിയം പരിസരത്താണ് ചിത്രീകരിച്ചത്. തടവുകാലത്തിന് ശേഷം പ്രതികാരത്തിനായി ഇറങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്.
ചെങ്കോൽ 1993. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കായ കിരീടം രണ്ടാം ഭാഗമാണ് ചെങ്കോൽ. സിബി മലയിൽ സംവിധാനം ചെയ്ത് ലോഹിതദാസ് രചന നിർവഹിച്ച ഈ ചിത്രം പൂർണ്ണമായും തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചത്. നായകൻ സേതുമാധവൻ ജയിൽ ശിക്ഷ കഴിഞ്ഞു മടങ്ങിയെത്തുകയും സമൂഹവും കുടുംബവും അയാളെ വീണ്ടും തള്ളിപ്പറയുകയുമാണ് പ്രമേയം. തിരുവനന്തപുരം വെള്ളായണി കായലിലെ പ്രശസ്തമായ ശിവോദയം പാലത്തിലാണ് ഇതിന്റെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ചത്. ഈ പാലം പിന്നീട് കിരീടം പാലം എന്ന പേരിൽ പ്രശസ്തമായി. സ്ഥലത്തെ പ്രധാന പയ്യൻസ് 1993. ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമാണിത്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും ഗ്രൂപ്പ് വഴക്കുകളും മന്ത്രിമാരുടെ അഴിമതിയും ചിത്രീകരിക്കുന്ന ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ തിരുവനന്തപുരം നഗരത്തിലാണ് ചിത്രീകരിച്ചത്. ഒരു സാധാരണക്കാരൻ അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിന്റെ ഉന്നത പദവികളിലെത്തുന്നതാണ് ഇതിന്റെ കഥ. ഏകലവ്യൻ 1993. സുരേഷ് ഗോപിയെ മലയാളത്തിലെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ ആക്ഷൻ ത്രില്ലറാണ് ഏകലവ്യൻ. തിരുവനന്തപുരത്തെ പ്രശസ്തമായ കോവളം ബീച്ചിനെ പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. വിദേശ ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന മയക്കുമരുന്നു മാഫിയയും അവരെ നയിക്കുന്ന ഒരാൾ ദൈവവും തമ്മിലുള്ള പോരാട്ടമാണ് ചിത്രം പറയുന്നത്. കോവളം ബീച്ചിലും തിരുവനന്തപുരം നഗരപ്രാന്തങ്ങളിലുമായി ഇതിന്റെ പ്രധാന ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചു. കമ്മീഷണർ 1994. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ഈ ഐക്കോണിക് പോലീസ് സ്റ്റോറിയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സിറ്റി പോലീസ് കമ്മീഷണറായി സ്ഥലം മാറിവരുന്ന ഭരത് ചന്ദ്രൻ IPSന്റെ കഥയാണിത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് നടന്ന പ്രശസ്തമായ ലാത്തി ചാർജ് രംഗം ചിത്രീകരിക്കുന്നതിനായി യഥാർത്ഥ പോലീസുകാരെയും 1000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഉപയോഗിച്ചിരുന്നു. പക്ഷേ 1994 മോഹൻ സംവിധാനം ചെയ്ത് ചെറിയാൻ കൽപ്പകവാടി തിരക്കഥ എഴുതിയ ഈ ചിത്രം ഒരു IAS ഉദ്യോഗസ്ഥന്റെ വ്യക്തിജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും സംഘർഷങ്ങൾ ചർച്ച ചെയ്യുന്നു. മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം പൂർണ്ണമായും തിരുവനന്തപുരത്താണ് ചിത്രീകരിച്ചത്. നഗരത്തിലെ സെക്രട്ടേറിയറ്റ് ഭരണകേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസതികളും ചിത്രത്തിന് സ്വാഭാവികമായ അന്തരീക്ഷം നൽകി. ദ കിങ് 1995. മമ്മൂട്ടി പ്രശസ്തനായ ജോസഫ് അലക്സ് എന്ന IAS ഉദ്യോഗസ്ഥനായി തിളങ്ങിയ രാഷ്ട്രീയ ആക്ഷൻ ഡ്രാമയാണിത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഭരണപരമായ രംഗങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്, ഔദ്യോഗിക ബംഗ്ലാവുകൾ എന്നിവ പശ്ചാത്തലമാക്കിയാണ് ചിത്രീകരിച്ചത്. വ്യവസ്ഥിതികളോട് പോരാടുന്ന ജില്ലാ കളക്ടറുടെ കഥ പറയുന്ന ഈ ചിത്രം വൻ സാമ്പത്തിക വിജയം നേടി. സിംഹവാലൻ മേനോൻ 1995. വിജി തമ്പി സംവിധാനം ചെയ്ത് ശശിധരൻ ആറാട്ടുപുഴ തിരക്കഥയൊരുക്കിയ ഒരു പൂർണ്ണ ഹാസ്യ ചിത്രമാണിത്. തിരുവനന്തപുരം നഗരത്തിലെ പാളയം അണ്ടർപാസ്, മാനവീയം വീഥി, ശംഖുമുഖം ബീച്ച്, കഴക്കൂട്ടം ബൈപ്പാസ് തുടങ്ങിയ പ്രമുഖ ലൊക്കേഷനുകൾ ഈ ചിത്രത്തിൽ കൃത്യമായി ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമാൻ 1995. വിജി തമ്പി സംവിധാനം ചെയ്ത കുടുംബ ഹാസ്യ ചിത്രമാണിത്. പ്രായമായ ഒരച്ഛനും അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മക്കളും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. തിരുവനന്തപുരത്തെ പരമ്പരാഗത തറവാടുകളും നഗരപ്രാന്തങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലമായി വന്നത്. മലയാള സിനിമ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പൂർണ്ണമായി പറിച്ചു നടപ്പെട്ട 1990, 1995 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരം മലയാള ചലച്ചിത്രങ്ങളുടെ മുഖ്യധാരയായി വർത്തിച്ചു. നഗരത്തിന്റെ ഭരണപരമായ ഗൗരവവും ക്യാമ്പസുകളുടെ സജീവതയും വെള്ളായണിയും കോവളവും പോലുള്ള പ്രകൃതി ഭംഗിയുള്ള പ്രദേശങ്ങളും അക്കാലത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സിനിമകൾക്കും അനുയോജ്യമായ ക്യാൻവാസ് ഒരുക്കി നൽകി. ആക്ഷൻ, കോമഡി, പ്രണയം, സാമൂഹിക ആക്ഷേപഹാസ്യം എന്നിവയ്ക്കൊരുപോലെ തിരുവനന്തപുരം നൽകിയ സംഭാവനകൾ മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടവയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.